ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 2 വ്യാഴാഴ്ചയാണ്. ഒരു ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് തിരികെ എത്തുന്നു. US ഫെഡറൽ റിസർവിന്റെ പോളിസി മീറ്റിംഗ് അവസാനിച്ചു. നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല. വലിയൊരു ഹോക്കിഷ് സ്പീച്ച് ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് ചെറിയ രീതിയിലാണ് ഇന്നലെ ഇടിഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യുഎസിന്റെ ഫ്യൂച്ചേഴ്സും പോസിറ്റീവിൽ തന്നെയാണ്. ഇനി ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഏറെക്കുറെ മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഒരു 20 മുതൽ 30 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗിന് തന്നെയാണ് സാധ്യതയുള്ളത് എന്നാണ്. കൂടാതെ ഓയിൽ പ്രൈസുകളിലും ഇന്നലെ വലിയ ഇടിവാണ് കണ്ടത്. 3% മുകളിലാണ് ഇടിഞ്ഞത്. WTI ഇപ്പോൾ ഉള്ളത് $79. ഒത്തിരിയേറെ വാർത്തകൾ നോക്കാനുണ്ട്. കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല, നിങ്ങളുടെ കമൻറ്റ് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വാർത്തകളിൽ ആദ്യം പറയുന്നത് ഇന്ത്യയുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST കളക്ഷൻ 2024 ഏപ്രിൽ മാസത്തിൽ 2.1 ലക്ഷം കോടി രൂപയായി റെക്കോർഡ് ഉയരത്തിലെത്തി. ഇത് 12.4% വാർഷിക വളർച്ചയെ പ്രതിനിധീകരിക്കുന്നു. ആഭ്യന്തര ഇടപാടിലും ഇറക്കുമതിയിലും ശക്തമായ വർധനയുണ്ടായതായി മെയ് 1 ധനമന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. GST ശേഖരണം 2 ലക്ഷം കോടി എന്ന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. അറ്റ വരുമാനം റീഫണ്ടുകൾക്ക് ശേഷം 1.92 ലക്ഷം കോടി രൂപയാണ്. 17.1% വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വാർത്ത ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. കാരണം ഇത് എക്കണോമിക് ഗ്രോത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അടുത്ത മറ്റൊരു വാർത്ത, മാർച്ച് പാദത്തിൽ ഇന്ത്യയുടെ സ്വർണ്ണ ആവശ്യം പ്രതിവർഷം 8% വർദ്ധിച്ച് 136.6 ടണ്ണിലെത്തി. സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിട്ടും ഡിമാൻഡ് വർദ്ധിച്ചു എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ ശക്തമായ സാമ്പത്തിക അന്തരീക്ഷവും സ്വർണ്ണത്തിന്റെ ആവശ്യകത വർദ്ധിക്കുന്നതുമാണ് ഇതിന് കാരണമായത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്രമണാത്മക സ്വർണ്ണം വാങ്ങൽ ഡിമാൻഡ് വർദ്ധിക്കാനുള്ള കാരണങ്ങളിലൊന്നായി. മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി മുതൽ മാർച്ച് കാലയളവിൽ ഇന്ത്യയുടെ സ്വർണ്ണ ആവശ്യകത പ്രതിവർഷം 20% ഉയർന്ന് 75,470 കോടി രൂപയായി. പുറത്തു വന്ന റിസൾട്ടുകളിലേക്കാണ് ആദ്യം ഹാവൽസ് ഇന്ത്യയുടെ റിസൾട്ട്. നെറ്റ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത് 449 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 24.1% വർധനവാണ് വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 12% വർധനവ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നു. 5434.3 കോടി രൂപയായിട്ടാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി അദാനി പവറാണ്. നെറ്റ് പ്രോഫിറ്റായി പുറത്തു വന്നിരിക്കുന്നത് 2737 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 48% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂ ആയി വന്നിരിക്കുന്നത് 13,363.69 കോടി രൂപയാണ്. അതായത് ഒരു 30% ഇൻക്രീസാണ് ഇപ്പോൾ റവന്യൂവിലുണ്ടായിരിക്കുന്നത്. മറ്റൊരു കമ്പനി അദാനി ടോട്ടൽ ഗ്യാസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി പുറത്തു വന്നിരിക്കുന്നത് 168 കോടി രൂപയാണ്. അതായത് 71.5% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എക്സ്ക്ലൂഡിംഗ് എക്സൈസ് ഡ്യൂട്ടി പുറത്തു വന്നിരിക്കുന്നത് 1167 കോടി രൂപയായാണ്. അതായത് 4.7% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. സെയിൽസ് വോളിയത്തിലും 20% വർധനവാണ് വന്നിരിക്കുന്നത്. മറ്റൊരു കമ്പനി RVNL ആണ്. ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് 390.97 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഈസ്റ്റേൺ റെയിൽവേയുടെ അസൻസോൺ ഡിവിഷന് കീഴിൽ ഒരു ബൈപ്പാസ് ലൈൻ നിർമ്മാണം കമ്പനി നടത്തും. ഇനി ഫോക്കസിലുള്ള കമ്പനികൾ ഗോദ്രേജ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഗോദ്രേജ് കുടുംബം തങ്ങളുടെ ബിസിനസ് 2 ഭാഗമായി വിഭജിക്കാൻ തീരുമാനിച്ചു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ ആദിയും സഹോദരൻ നാദറും നിലനിർത്തും. ഇവരുടെ ബന്ധുവായ ജംഷീദ് ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളുടെയും കൈയവകാശ ഭൂമിയുടെയും നിയന്ത്രണം ഏറ്റെടുക്കും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അഗ്രിമെന്റുകൾ ഏപ്രിൽ 30 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബയോകോൺ, വോഡാഫോൺ ഐഡിയ എന്നിവയാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ കോൾ ഇന്ത്യ, അദാനി എന്റർപ്രൈസ്, അദാനി പോർട്സ്, അജന്ത ഫാർമ, ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്, ബ്ലൂ സ്റ്റാർ, സിയറ്റ്, കോഫോർച്ച്, ഡാബർ ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, JBM ഓട്ടോ, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നിവയുടേതാണ്. ഇനി എല്ലാ ദിവസവും രാവിലെ 7:30 മുന്നോടിയായി തന്നെ നമ്മൾ നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിനുശേഷം രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ് യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ട്രേഡിംഗ് സമയത്ത് വരുന്ന സംശയങ്ങളൊക്കെ തീർത്ത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു സെഷനാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈവ് കാണാൻ സാധിക്കുന്നില്ല, രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക്
ചൊവ്വാഴ്ച പുതിയ ഓൾ ടൈം ഹൈ ആണ് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. 22,723 പുതിയ ഓൾ ടൈം ഹൈ. പ്രീവിയസ് റെക്കോർഡ് ഹൈ ആയ 22,725 ഇതോടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഒരു സമയത്ത് നിഫ്റ്റി 140 പോയിന്റ്സ് ഉയർന്നെങ്കിലും അവസാന 1.5 മണിക്കൂറിലെ സെല്ലിംഗ് പ്രഷർ എല്ലാ നേട്ടങ്ങളും ഇല്ലാതാക്കി. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 22,604 38 പോയിന്റ്സ് ഇടിഞ്ഞാണ്. നിഫ്റ്റി ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. കാരണം എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനാണ് നിഫ്റ്റിയിലുള്ളത്, അതും പോസിറ്റീവ് തന്നെയാണ്. ഇമീഡിയറ്റ് സപ്പോർട്ടായി നമുക്ക് കാണാൻ കഴിയുന്നത് 22,500 മുതൽ 22,400 വരെയുള്ള ലെവലാണ്. കുറച്ചുകൂടി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത് ഡൗൺ സൈഡിൽ 22,300 നിഫ്റ്റിയെ സംബന്ധിച്ച് 22,850 മുതൽ 22,900 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാണ് അപ്പ് സൈഡിൽ. ഡേ ക്യാൻഡിൽ വലിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം കോൾ സൈഡിൽ 23,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,800 22,850 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനുശേഷം 22,000 അതിനുശേഷം 22,400 സ്ട്രൈക്കിലും. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22,600 സ്ട്രൈക്കിൽ 6% വർധനവാണ് കാണുന്നത് പുട്ട് സൈഡിൽ, അതായത് ഒരു ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 3% വർധനവ് മാത്രമാണ് അവിടെ കാണുന്നത്, ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. ഇനി 22,550 സ്ട്രൈക്കിൽ 14% ഇടിവാണ് കാണുന്നത്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ പുട്ട് സൈഡിൽ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 18% ഇടിവ്, ഒരു ഷോർട്ട് കവറിങ് ആ സ്ട്രൈക്കിൽ കാണാം. അടുത്തത് 22,650 സ്ട്രൈക്കിൽ 35% വർധനവ് പുട്ട് സൈഡിലുണ്ട്, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 1% മാത്രം വർധനവ്, ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളുടെയും കമ്പാരിസണിൽ ചെറിയ ഒരു മുൻതൂക്കം മാത്രം പുട്ട് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഒരിക്കൽ കൂടി ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു താരമായത്. കാരണം 50,000 എന്ന മാർക്ക് കംഫർട്ടബിളായി ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അവിടെ നിന്നും 2 മണിയോടുകൂടി ഒരു ക്ലൈമാക്സ് സംഭവിക്കുന്നു. അങ്ങനെ ഒടുവിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 49,396 ഒരു സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും പുതിയ ഓൾ ടൈം ഹൈ ബാങ്ക് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്തത് 49,975 ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുമായിരുന്നു. ഏതായാലും 49,000 ഒരു വലിയ സപ്പോർട്ട് തന്നെയാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 49,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 50,000 അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 49,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 49,000 സ്ട്രൈക്കിലും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,500. ഇന്ത്യ വിക്സിലേക്ക് 12.87 5.19% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 5ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് ജയ് കോർപ്പാണ്. 323 ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 350. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് 10 മുതൽ 15% വരെയുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് പൂർണ്ണമായും അതിൻ്റെ ടെക്നിക്കൽസും ഫണ്ടമെൻ്റൽസും ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ എൻട്രി എടുക്കാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്ക് ആദ്യം സ്വിംഗ് സ്റ്റോക്കിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളാണ്. സുപ്രീം ഇൻഡസ്ട്രീസ് April 29 എൻട്രി എടുക്കുന്നത്. കേവലം 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. 4,735 എൻട്രി എടുത്തത്. 5,124 വരെ അപ്പായി. 7.5% നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ നിന്ന് ലഭിച്ചത്. അടുത്തത് ലെമൺ ട്രീ. April 26 144 എൻട്രി എടുത്തു. 154.5 വരെ അപ്പായി. 6.7% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്ത ഒരു സ്റ്റോക്ക് ടിൻകൻ ഇന്ത്യയാണ്. April 18 എൻട്രി എടുക്കുന്നത്. 3,092 3,354 വരെ അപ്പായി. 7.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഇൻകർസോൾ റെന്റ് ഇന്ത്യ ലിമിറ്റഡ് ആയിരുന്നു. April 16 3,897 എൻട്രി എടുത്തു. 4,055 വരെ അപ്പായി. 3.80% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ജില്ലറ്റ് ഇന്ത്യയാണ്. March 18 എൻട്രി എടുക്കുന്നത്. 6,680 മുതൽ 6,859 വരെ അപ്പായി. 2.60% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് കരൂർ വൈശ്യ ബാങ്ക് ആയിരുന്നു. March 4 188.45 എൻട്രി എടുക്കുന്നത്. 209.3 വരെ അപ്പായി.
9.96% പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് HDFC AMC ആയിരുന്നു. ഏപ്രിൽ 16 എൻട്രി എടുത്തു. 3754 നിന്നും 3900 വരെയാണ് അപ്പായത്. 3.7% പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഫിനോലെക്സ് കേബിൾസ് ആയിരുന്നു. ഏപ്രിൽ 4 1027 എൻട്രി എടുത്തു. 1088 വരെയാണ് അപ്പായത്. 2.9% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ആസ്ട്രൽ. ഏപ്രിൽ 30 ഇൻട്രാഡേയിൽ 2095 എൻട്രി എടുക്കുന്നത്. 2130 വരെ അപ്പായി. 1.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്കുകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 1071 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIS ആവട്ടെ 1429 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS തുടർച്ചയായ ഒരു 2-3 ദിവസത്തെ ബൈയിങ്ങിലേക്ക് പോകുന്നത് മാർച്ചിന് ശേഷം ഇതാദ്യമായാണ്. ഏതായാലും FISന്റെ ആക്ടിവിറ്റീസ് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. US മാർക്കറ്റിലേക്ക്. US ഫെഡറൽ റിസർവിന്റെ പോളിസി മീറ്റിംഗ് അവസാനിച്ചു. പലിശ നിരക്കുകൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മാറ്റമില്ലാതെ നിലനിർത്തി. സെൻട്രൽ ബാങ്കിന്റെ അടുത്ത നീക്കം നിരക്ക് വർധന ആയിരിക്കാൻ സാധ്യതയില്ലെന്ന് ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവൽ പറഞ്ഞു. ഭാവിയിൽ വായ്പ എടുക്കാൻ ചെലവ് കുറയ്ക്കാനുള്ള സാധ്യതകൾ ഫെഡറൽ റിസർവ് സൂചിപ്പിച്ചു. സമീപകാല നിരാശാജനകമായ പലിശ നിരക്കിന്റെ റീഡിംഗ് ഫെഡറൽ റിസർവ് ആശങ്ക അറിയിക്കുകയും ചെയ്തു. ഇതോടെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഡൗ ജോൺസ് 0.23% ഉയർന്നു. നാസ്ഡാക്ക് 0.33% ഇടിയുകയാണ് ചെയ്തത്. S&P 500 0.34% ഇടിഞ്ഞു. ഇനി അതിന് തൊട്ട് മുൻപത്തെ ദിവസം ചൊവ്വാഴ്ച വലിയ ഇടിവാണ് US മാർക്കറ്റുകളിൽ കണ്ടത്. പലിശ നിരക്കുകൾ തീരുമാനിക്കാനുള്ള ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗിന് മുന്നോടിയായും ലേബർ കോസ്റ്റ് പ്രതീക്ഷിച്ചതിലും ഉയർന്നതിലുള്ള ഡാറ്റ പുറത്തു വന്നതും US കൺസ്യൂമർ കോൺഫിഡൻസ് ഏപ്രിൽ മോശമായെന്നും 1.5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയെന്നും സർവേ കണ്ടെത്തിയതും US മാർക്കറ്റുകൾ ഇടിയാൻ കാരണമായി. ഡൗ ജോൺസ് 1.49% ചൊവ്വാഴ്ച ഇടിഞ്ഞത്. നാസ്ഡാക്ക് 2.04%, S&P 500 1.57%. ഇന്ന് US നിന്നും പുറത്തു വരുന്ന എക്കണോമിക് ഡാറ്റകൾ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ, വർക്കർ പ്രൊഡക്ടിവിറ്റി ആൻഡ് യൂണിറ്റ് ലേബർ കോസ്റ്റ് എന്നിവ പുറത്തുവരും. വ്യാഴാഴ്ചത്തെ ഏർണിംഗ് സൈഡിലേക്ക് വന്നാൽ ആപ്പിൾ, ആംജൻ, കോയിൻ ബേസ് എന്നിവയുടെ റിസൾട്ട് പുറത്തു വരാനുണ്ട്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.33% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്ത്. വിപ്രോ 0.28% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.11% നേട്ടമുണ്ടാക്കി. HDFC ബാങ്ക് 0.92% നേട്ടമാണ് ഉണ്ടാക്കിയത്. മേക്ക് മൈ ട്രിപ്പ് 1.98% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 0.74% ഉയരുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.36% നേട്ടത്തിലും, S&P 500 0.43% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.56% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പോസിറ്റീവായി തന്നെ കാണാം ഇപ്പോഴത്തെ US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ്. യൂറോപ്യൻ മാർക്കറ്റ്. ഇന്നലെ ഓപ്പൺ ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിൽ UK മാർക്കറ്റ് FTSE മാത്രമായിരുന്നു ഓപ്പൺ ആയിരുന്നത്. 0.28% ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ലേബർ മാർക്കറ്റിനോടനുബന്ധിച്ച് മറ്റ് മാർക്കറ്റുകളെല്ലാം അവിടെ അവധിയായിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.06% നേട്ടത്തിലും, FTSE 0.13% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. ഫെഡറൽ ചെയർ ജെറോം പവൽ നിരക്ക് വർധനയുടെ സാധ്യതകൾ തള്ളിക്കളഞ്ഞു. ജപ്പാനീസ് കറൻസി yen തന്നെയാണ് ഇപ്പോഴും ഫോക്കസിലുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,739 എന്ന നിലയിലാണ്. 120 പോയിന്റ് സബ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇന്നൊരു 20 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ നിക്കി മാർക്കറ്റ് ഇപ്പോൾ 0.27% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.09% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.70% ഇടിഞ്ഞും. സിംഗപ്പൂർ മാർക്കറ്റ് 0.56% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. US എണ്ണവില ബുധനാഴ്ച ബാരലിന് $3 ഇടിഞ്ഞ് $79 കുറഞ്ഞ ഡിമാൻഡിൽ ക്രൂഡ് സ്റ്റോക്ക് പൈലുകൾ ഉയർന്നതിനാൽ 7 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഓയിൽ പ്രൈസുകൾ എത്തിയത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $83.66 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.14% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $79.22 പെർ ബാരൽ എന്ന നിലയിൽ 0.28% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്ത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവും. നന്ദി.